ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തി ചിലപ്പോൾ കുറച്ച് റഫായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടാത്ത ഒരവസ്ഥയായിരിക്കും. ഇപ്പോൾ ചില വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പരസ്പരം ഇഷ്ടം തുറന്നു പറയാത്തവരുണ്ടാവാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾ, ആ ഒരു തരത്തിൽ നിൽക്കുന്ന പേഴ്സൺസ് ആയിരിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മനസ്സ് നിങ്ങൾക്കിപ്പോൾ പിടികിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഈ ഒരു പേഴ്സൺ എന്നോട് സ്നേഹമുണ്ട്, അതിനുള്ള തെളിവുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു സ്നേഹം ഇവരെന്തുകൊണ്ട് പ്രകടിപ്പിക്കുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവരുടെ ഒരു പ്രവൃത്തിയും പെരുമാറ്റവും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ എത്രയൊക്കെ സ്നേഹം മനസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു ഫൈറ്റിംഗ് മോഡിലായിരിക്കും നിങ്ങൾ കൂടുതൽ സമയം ഉണ്ടാവുന്നത്. അതായത് നല്ല സ്നേഹത്തോടെ വർത്തമാനം പറയാം എന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊരു വഴക്കിലേക്കോ ആർഗ്യുമെൻറ്റ്സിലേക്കോ പോകുന്ന അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തെറ്റുക എന്ന് പറയുന്ന പോലെയുള്ള ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ചൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ തോന്നുന്നുണ്ട്, ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്നേഹമുണ്ടെന്ന് പരസ്പരം അറിയാം, പക്ഷേ എന്തെങ്കിലും വർത്തമാനങ്ങളോ കാര്യങ്ങളിലേക്കോ വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ വഴക്കാവുന്നൊരവസ്ഥ. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കീപ്പപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ഇനി അതുപോലെ പരസ്പരം സ്നേഹം തുറന്ന് പറയാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അടി ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടത് പറയാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൂടെ വർക്ക് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നതായിരിക്കാം. ചിലരാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അതായത് ചിലർക്കെങ്കിലും ഇതൊരു ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനെ ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിൽ കൊണ്ടുവരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് അങ്ങനെ താന്നു കൊടുക്കാനായിട്ടൊന്നും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ കഴിയാത്തൊരു പേഴ്സൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ ചിലപ്പോൾ അത് വേണ്ടാന്ന് വെച്ചെന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് വളരെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അവരത് മറച്ചു വയ്ക്കും. അത്തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫാമിലി വൈസോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വളരെ ഒരു ഉയർന്നു നിൽക്കുന്ന, സമൂഹത്തിൽ ഒരു ഉയർന്നു നിൽക്കുന്ന പൊസിഷനിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് വ്യക്തികൾ ഈ ഒരു പേഴ്സണെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അഹങ്കാരം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് നല്ല രീതിയിലുള്ള താല്പര്യമുണ്ട് അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്ന് പറയാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേറെ ഏതെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്പിന് പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പ്രാധാന്യം മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ വേറെ വ്യക്തികൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ വേറെ ചോയ്സസ് ഇഷ്ടംപോലെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് പേര് നോട്ടം ഇടുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് സ്ഥാനമുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെയാണ്. അപ്പോൾ ഇത് സിംഗിൾസ് ആയിട്ടുള്ള പേഴ്സൺസിനെ കൺസിഡർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളെ ആ ഒരു പ്ലേസിലേക്ക് അവർ കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ
കമ്മിറ്റ്മെൻറ്റോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിവാഹം കഴിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയാണ്. ഇനി അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ദൃഢമായിട്ട് പോകുന്ന വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കരിയർ വൈസോ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്കുള്ള ഒരു പദവി വെച്ചിട്ടോ ഒക്കെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു പേഴ്സണോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ആയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പക്വത ചിലപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് കാണിച്ചെന്ന് വരില്ല. ചിലപ്പോൾ മറ്റുള്ളവരോട് കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പക്ഷെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പലപ്പോഴും ഈ ഒരു പേഴ്സൺ വളരെ ചൈൽഡിഷ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ കാര്യമുള്ള കാര്യങ്ങൾക്കല്ല ഈ ഒരു പേഴ്സൺ വഴക്കുണ്ടാക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. ചില കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് മാനസികമായിട്ട് നല്ല രീതിയിലുള്ളൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വഴക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അന്യോന്യം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താണെന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തിയോട് ഓപ്പണായിട്ട് സംസാരിക്കാൻ വരുമ്പോൾ അവർ വഴക്കുകൾ ഉണ്ടാക്കുന്നു എന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു എനർജിയിലായിരിക്കാം ആ ഒരു പേഴ്സണും ഇത് കരുതുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷനിൽ അവർ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുവരെ ആ ഒരു ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഓപ്പണായിട്ട് പറയാൻ സാധിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായത് നഷ്ടപ്പെടുത്തിയതിലുള്ള ഒരു വിഷമമായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജി കൂടി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇത് ഫ്യൂച്ചറിൽ വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക ഇവർക്ക് നല്ല രീതിയിലുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പിനകത്ത് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സെപ്പറേഷനിൽ മാറി നിൽക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവുന്നു, വീണ്ടും വഴക്കുകൾ ഉണ്ടാവുന്നു, ആ ഒരു മോഡിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങളുടെ ഒരു എനർജിയാണിത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജിയാണെന്നുള്ളത് പറയാം. കാരണം ഇനിയും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഉണ്ടാവുമോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സണ് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ പറയില്ല എത്ര നാൾ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ളൊരു അവസ്ഥ ഇനി സംഭവിച്ചാലോ എന്നുള്ളൊരു ആശങ്കയായിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോഴെങ്കിലും നല്ല രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടിയെ ചൊല്ലിയായിരിക്കാം ഇതിനകത്ത് വഴക്കുകൾ ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് താല്പര്യമില്ലാത്ത വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടായേക്കാം. ഈ ഒരു പേഴ്സണെ ആണെന്നുണ്ടെങ്കിൽ വഴിതിരിച്ച് വിടുന്ന തരത്തിൽ, അവരുടെ ഒരു മൈൻഡ് ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള തേർഡ് പാർട്ടിയൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇതിനകത്തൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫറായിട്ട് വരണം എന്നിവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവരുടെ ഒരു ഈഗോ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി എനർജിയോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ആങ്സൈറ്റിയോ ഒക്കെ ആയിരിക്കാം അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അവർ നമ്മളിവിടെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്കാണ് അവർ നോക്കുന്നത് തന്നെ. ഇപ്പോൾ അത് സിംഗിളായിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജി ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥാനം അവർക്ക് മറ്റാർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിസ് ചെയ്ത് കളയാനായിട്ട് ഈ വ്യക്തിക്ക് ഒട്ടും താല്പര്യമില്ല. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്ന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി ആകുമ്പോഴത്തേക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തടസ്സങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിട്ട് കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മൈൻഡിലേക്ക് വരുന്ന ഒരു അവസ്ഥ. അത് ചിലപ്പോൾ നിങ്ങളും ആ ഒരു മൈൻഡിൽ തന്നെ ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കുറ്റമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിട്ട് പറയാനുണ്ടാവും. ഇവരെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കും ഇത് വിട്ട് കളയാനായിട്ട് കഴിയാത്തൊരു അവസ്ഥ ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ഷുവറാണ്. നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിൽ വഴക്കായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്, ഇവർ മാത്രമേ മാനസികമായിട്ട് വിഷമിക്കുന്നുള്ളൂ, നിങ്ങൾക്കും അതേ അവസ്ഥ ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവർക്കുള്ളിൽ മാനസിക വിഷമവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അവരത് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ഓർത്തവർ ഒരുപാട് വിഷമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളോട് പറയാൻ ചിലപ്പോൾ അവരുടെ ഒരു ഈഗോ സമ്മതിച്ചെന്ന് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു ഫീലിംഗ് ഇമോഷൻസ് ഒക്കെ എന്താണോ അത് ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ കുറച്ച് റഫായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്.
പെട്ടെന്ന് ഇപ്പോൾ ഇതിനകത്തുള്ളൊരു വ്യക്തികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇവർ വളരെ പരുക്കനായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക് പോയേക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്, റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യുകയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രൊട്ടക്റ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണെ കുറിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാനുള്ളത് ഇവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ വളരെ ആ ഒരു കെയറിങ് ഒക്കെ നല്ലതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കാണിച്ചിട്ടുണ്ടാവണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു പേജ് ഓഫ് സോർട്സ് അതുപോലെ 6 ഓഫ് സോർട്സ് കോംബോയാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എനർജി എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. അതായത് ഇവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്, എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ഈ ഒരു പേഴ്സണുണ്ട്. ചില കാര്യങ്ങൾ കൊണ്ട് ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ, എന്നാൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇത് ഓക്കെ ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക രണ്ടും ഇതിനകത്തുണ്ടാവും. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു കോൺടാക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരും. ചിലപ്പോൾ ഇവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് അതുപോലെ ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും വീണ്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരും. കാരണം അങ്ങനെ വരണം എങ്കിൽ മാത്രമേ അവർക്ക് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ചെറിയ വഴക്കുകളൊക്കെ ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെസ് കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പറയേണ്ട തീർച്ചയായിട്ടും അവർ നിങ്ങളോട് വീണ്ടും മിണ്ടാനായിട്ട് വന്നിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഈ ഒരു വ്യക്തിക്ക് ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് ചിലപ്പോൾ പിന്മാറിയേക്കാം. അല്ല ഈ ഒരു ബന്ധം അവർക്ക് വീണ്ടും വിട്ടുകളയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് പോകുന്നുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പരസ്പരം ഇഷ്ടം തുറന്ന് പറയാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇനി അങ്ങോട്ടുള്ള ഒരു പോക്കിനെ ആശ്രയിച്ചാണ് ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഫുൾഫിൽമെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലാണ് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്ന വ്യക്തിയൊക്കെ ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് വളരെ സ്നേഹവും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അസ്വസ്ഥമാക്കി കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട. എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്ന വ്യക്തികളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വരച്ചേർച്ചയില്ലായ്മയ്ക്ക് കാരണമായേക്കാം. നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് ആണ്. അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. അപ്പോൾ ബന്ധത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ട്ണറിന് ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണമോ അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും അതിര് കവിഞ്ഞ് അഭിപ്രായം പറയുന്നൊരു സ്വഭാവമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ് ആണ്. യുവർ പ്രയേഴ്സ്, എഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. അപ്പോൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എഫർമേഷൻസ് ആയിക്കോട്ടെ, പ്രയേഴ്സ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അത് സഹായിക്കും എന്നുള്ള ഒരു മെസ്സേജാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു എന്നുള്ള ഒരു എനർജിയാണ്. ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം വീണ്ടും നിങ്ങൾ ഒന്നാവാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും അങ്ങനെയുള്ളൊരു സപ്പോർട്ട് പുറമേ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് വെരി സൂൺ എന്നുള്ളൊരു എനർജിയാണ്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വാണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്തൊക്കെ വലിയ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇനി ഓൾറെഡി ഒരുമിച്ച് മുന്നോട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള സ്വയം ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മനസ്സിനകത്ത് ചിലപ്പോൾ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് തന്നെ മനസ്സിനകത്ത് വിചാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതായിരിക്കണം നമ്മളുടെ ഒരു ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് ഏരീസ്, ജെമിനൈ, ടോറസ്, വിർഗോ ആൻഡ് കാപ്രിക്കോൺ ആണ്. അതുപോലെ തന്നെ നമ്പേഴ്സ് 1, 6 ആൻഡ് 10 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഒരു സിറ്റുവേഷൻ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.